റോസി സോ ക്യൂട്ട്. നിങ്ങൾക്ക് ഞാൻ നല്ല വിലക്ക് സെയിൽ ചെയ്യും. നല്ല റിച്ച് ആയിട്ടുള്ള വീട്ടിലേക്ക് എനിക്കല്ല റോസി മാത്രം മതി. നിങ്ങളേക്ക് ഞാൻ സെയിൽ ചെയ്യും. നിങ്ങളെല്ലാവരും ക്യൂട്ടാട്ടോ. 1 2 3 4 5. ഓ മൈ ഗോഡ്, ഒരാൾ മിസ്സിംഗ് ആണല്ലോ. റോസി 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 where are you going? One of puppy is missing. ഷോ, അത് കുറച്ച് വലുതായതായിരുന്നല്ലോ. വിൽക്കാനൊക്കെ പ്രായമായിരുന്നോ? ഷേ, അത് പോയല്ലോ. നല്ല കഷ്ടായല്ലോ. ഓ, എന്റെ റോസി ഇതുപോലെ പോയാലോ? എങ്ങോട്ടാ റോസി പോയിട്ടുണ്ടാവാ? റോസി ഓ ഡിയർ, നീ പോയില്ലല്ലോ. ഞാൻ പേടിച്ചു പോയി. നീ എവിടെ പോയി കളിച്ചോ? ഞാൻ നിന്റെ കുട്ടികളെ അന്വേഷിക്കട്ടെ. Grandpa, Grandpa, please come here, Grandpa. Here's the problem. Grandpa, where are you? Come. എന്താ കുഞ്ഞെ? Grandpa എവിടെ? ഗ്രാൻഡ്പ കുറച്ച് ബിസിയാ വർക്കില്. എന്താ കാര്യം പറ മോളെ? ഓ, നിങ്ങളെ കൊണ്ടൊക്കെ എന്താ കാര്യം? എന്താ മോളെ കാര്യം പറ. എനിക്ക് 7 പപ്പീസ് ഉണ്ടായിരുന്നില്ലേ? ഒരു മമ്മി പപ്പിയും പിന്നെ 6 ബേബീസും. ആ അതെ. അതിലൊരു ബേബിയെ കാണുന്നില്ല. ഓ, നമുക്ക് ഇവിടെ നോക്കാം. അകലൊന്നും പോയി കാണില്ല. ഇണക്കം ഉള്ളതല്ലേ, അകലൊന്നും പോയി കാണില്ലെന്നേ. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ ഫുള്ള് പോസ്റ്റർ അടിച്ചിരിക്കെ. അതിന് എനിക്ക് വേണം. ഏതെങ്കിലും പൊട്ട വീട്ടിൽ പോയി അത് പെടുന്നതിന് മുമ്പ് എനിക്ക് അതിന് ഇങ്ങോട്ട് എത്തിച്ച് നല്ലൊരു വലിയ വീട്ടിലേക്ക് അയക്കണം. ഓക്കെ, ഞാനിന്നാ സ്പോർട്സ് റെഡിയാക്കാം. എല്ലായിടത്തും ഒട്ടിക്കാം. നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചു വാങ്ങാം. വാങ്ങാനോ? എന്താ പെട്ടിക്കടയിൽ വെച്ചിട്ടാണോ? അല്ല, ഞാൻ പറയാം. ഓ ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ പപ്പിയെ തിരിച്ചു വേണം. അത്രേ ഉള്ളൂ. അയ്യോ, ഇവിടെ നിൽക്കായിരുന്നോ? ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ അമ്മ നിന്നെ കാണും. വാ ദേവു, ദേവു നീ എവിടെയാ? എവിടെയാ പണ്ടാരം? അടുക്കള ഭാഗത്ത് പോയി നോക്കാം. അയ്യോ പാത്തു, നീ വിക്സ് എടുക്കാൻ പോയവൾ എന്താണെന്ന് നോക്കിട്ട് വാ. ചേച്ചി, നല്ല വേദന ഉണ്ടോ? എന്റെ മോളെ, എന്നാ വേദനയാന്നാ? എന്റെ തല ഇങ്ങനെ രണ്ട് കഷ്ണാവുന്ന അത്രയും വേദന. ഇങ്ങനത്തെ വേദന നിനക്ക് ജന്മം ഉണ്ടായിട്ടുണ്ടാവില്ല. അയ്യോ ചേച്ചി, ബ്രെയിൻ ട്യൂമർ ആണോ? പോടി അവിടുന്ന്. എനിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു അവള്. പിന്നെ തല 2 കഷ്ണാവുന്ന വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് ബ്രെയിൻ ട്യൂമർ ആവും. പോടി അവിടെ. എനിക്കൊരു ബ്രെയിൻ ട്യൂമർ ഇല്ല. ഇനി എനിക്ക് ഓരോന്നും ഉണ്ടാക്കാൻ നടക്കണ്ട. എനിക്ക് അവള് ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഇവിടെ ഒന്നിനും വയ്യ. അപ്പഴാ അവളുടെ ഒരു ബ്രെയിൻ ട്യൂമർ. ചേച്ചി, പറയാൻ പറ്റില്ല. ചിലപ്പോ ഇത് ക്യാൻസറിലേക്കൊക്കെ പോകും. ദേവു. ആരാ? ഞാനാ, ജൂലി. എന്താ ജൂലി? ഞാനേ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ വന്നതാ. ആഹാ, ഇതെന്താ ശത്രുക്കൾ മിത്രങ്ങളായോ? അതൊന്നല്ല, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നമ്മുടെ ഇവളാണല്ലോ ആൻമേരിയ. അവളുടെ ഒരു പട്ടിക്കുട്ടിയെ കാണാനില്ലെന്ന് കേട്ടു. ഇവിടെ എവിടെ ഇതിൽ പട്ടിയെ കണ്ടായിരുന്നോ നിങ്ങള്? പട്ടിയോ? ഇവിടെയോ? ഇല്ലല്ലോ. ദേവു നീയോ? ദേവു നീയോ? ഞാനൊന്നും കണ്ടില്ല. ഓ, എന്നാ കണ്ടാ പറയുണ്ട്. ആൻമേരിയ അതിനെ അന്വേഷിക്കാനായിട്ട് ഒരു സംഘത്തെ തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്താ? ഒരു പട്ടി അന്വേഷിക്കാൻ ഒരു ഗ്യാങ് ഒക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ നിനക്കെന്താ പറ്റി? വന്നപ്പോ തന്നെ ഷോക്കിലാലോ. ചേച്ചിക്ക് ഭയങ്കര തലവേദനയാ. തലവേദന വന്ന് ചാവട്ടെ. എന്ത്? ഒന്നുമില്ല. അയ്യോ, ഇനി പപ്പിക്കുട്ടി അവളുടേതാണോ? അവളുടേതാകാതിരിക്കട്ടെ. എന്താ ചേച്ചി? അതിനെന്തിനാ ചേച്ചി ടെൻഷൻ ആവുന്നേ? ഒന്നുമില്ല. പറ, എന്തിനാ ചേച്ചി ടെൻഷൻ ആവുന്നേ? ഒന്നുമില്ലടി, ഒന്നുമില്ല ചേച്ചി. ഒക്കെ സെറ്റായി. റൂമിൽ വെച്ചോടെ വിക്സ്? ആ പെട്ടിക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. അടിപൊളി. അടിച്ചു പൊളിച്ചു തിമർത്തു. ചേച്ചി എന്തടി ശ്രദ്ധിക്കണ്ട? ഒരു സന്തോഷമില്ലാത്ത എടി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം പറ, പെട്ടെന്ന് പറഞ്ഞേ. അതൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പൊ പറയാം. എന്താന്ന് പറ, എന്നിട്ട് ബാക്കി. എടി അതായത് ഒന്നുമില്ല. ഒന്നുമില്ലടി, ഞാൻ എന്താ വെറുതെ പറഞ്ഞ. ചേച്ചി എന്റെ അടുത്ത് മാത്രമായിട്ട് പറ. എന്ത് കാര്യം? എടി ആ പപ്പിക്കുട്ടി ആൻമേരിയുടേതാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അയ്യോ, ആയിരിക്കും നീ? അല്ല അതെങ്ങനെ? എനിക്കറിയില്ല, എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും ഒരു ആകാംക്ഷ ഇല്ലാത്ത? ഞങ്ങൾക്ക് നല്ല ആകാംക്ഷ ഉണ്ടല്ലോ. എന്താ എന്തോ ഒരു പട്ടിയുടെ സൗണ്ട്? അയ്യോ എടിയാണ്, നീ ഇതിന് മര്യാദയ്ക്ക് പൊട്ടിയിട്ട് ഉടച്ചതാണല്ലോ. ഇതെങ്ങനെ ചാടിയത്? നിന്നെ ഏൽപ്പിച്ച് എന്നെ വേണം കൊല്ലാൻ. അയ്യോ അയ്യോ, പട്ടി. ചേച്ചി, പട്ടി കണ്ടില്ലേ? അതിനെ ഓട്ടിക്ക്. ഇതെങ്ങനെ അകത്തേക്ക് കയറിയത്? അതിനെ ഓട്ടിക്ക്, പെട്ടെന്ന് ഓട്ടിക്കതിനെ. അതിനെ ഇങ്ങോട്ട് ഓട്ടിക്കണം നിങ്ങൾ പറയുന്നേ? പിന്നെ നിങ്ങൾ അതിനോട് നിർത്താൻ പോകണോ? അവൻ ഓട്ടിക്ക്. ഞാനിപ്പോ വല്യമ്മ വിളിക്കും. വല്യമ്മേ. ആരും വിളിക്കുന്നു വേണ്ട, നമുക്ക് ഇതിനെ ഓട്ടി. ഒരു ഓനും അത് ഓട്ടിക്കൊണ്ട് റൂമിൽ കൊണ്ട് കെട്ടിയാക്ക്. ഓക്കെ. അല്ല, ഇത് നല്ല ക്യൂട്ട് പപ്പിയാണല്ലോ. ഇത് ക്യൂട്ടൊന്നുമില്ല, ഇത് നാടൻ പപ്പിയാ. അല്ല, ആൻമേരിയുടെ പപ്പിനെ കാണാനല്ലേ പറഞ്ഞിരുന്നേ? ചിലപ്പോ ഇത് ആൻമേരിയുടെ പപ്പിയാവോ? ഞാനിപ്പോ തന്നെ ആൻമേരിക്ക് വിളിച്ച് പറയട്ടെ, അവളൊന്ന് കൊണ്ടേക്കോളൂ. ഇതെന്താ പറയണേ? അതൊന്നും വേണ്ട. ഇത് എവിടെയുള്ള പട്ടിയാ? ഇത് ഇവിടെ എവിടെ നടക്കുന്ന പട്ടിയാണ്. ആൻമേരിയുടെ പട്ടിയൊന്നല്ല. എന്റെ ടോമി ഇങ്ങോട്ട് വന്ന്. അയ്യേ, ആനും അതിനെ എടുത്തോണ്ട് പോയോ? ഞാനിപ്പോ തന്നെ ആൻമേരിക്ക് വിളിച്ച് പറയട്ടെ ഇവിടെ പട്ടിയുള്ള കാര്യം. വേണ്ട. അതെന്താ? വേണ്ട, അതന്നെ. ചിലപ്പോ അവള് തെറ്റിദ്ധരിച്ചാലോ? നമ്മൾ ഈ പട്ടീനെ അവളുടെ വീട്ടിൽ കട്ടെടുത്തെന്ന് വിചാരിച്ചാലോ? പിന്നെ നമുക്കൊരു പട്ടിയുടെ കുറവല്ലേ ഇവിടെ ഉള്ളത്. ഒരു പട്ടിയെ വാങ്ങാൻ കഴിവില്ലാത്തവരൊന്നല്ലേ നമ്മള്.
നമുക്ക് പട്ടികളെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. അവൾ അങ്ങനെ വിചാരിക്കില്ല. അവൾ അതും വിചാരിക്കും, അതിനപ്പുറം വിചാരിക്കും. ദയവ് ചെയ്ത് ആൻമേരിന്റെ അടുത്തിട്ട് പറയല്ലേ. അവള് ഇതിന് മുറ്റത്തേക്ക് ഉണ്ടാക്കിക്കോളും. ആ പട്ടത്തിന് ഇഷ്ടത്തിന് പോയിക്കോളും. അവളുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. അവള് നീ വിചാരിച്ചു പോലെന്നല്ല, അവൾ പലതും ഉണ്ടാക്കി പറയും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പട്ടി ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വരില്ലേ? വരട്ടെ. അല്ല വരില്ല, ഇന്നത് പോവും. ഈ പ്രശ്നാക്കല്ല. പിന്നെ ഓക്ക് നമ്മളോട് അതൊരു ദേഷ്യോ. പിന്നെ അവൾ അയ്മല വാർത്ത തല്ലുണ്ടാക്കണേ. അതെ, നീ അത് മനസ്സിലാക്ക്. അവളിനി അതിനായിരിക്കും അടുത്ത് തല്ലുണ്ടാക്കാൻ പോകുന്നത്. ഷോ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. ഇനി ഈ പട്ടിയുടെ ശല്യം സഹിക്കണ്ടേ? ഈ പട്ടി ഇടക്കിടക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ശബ്ദം ഞാൻ അവിടെ ഇവിടെ കേട്ടതാ. അതാണ് തേങ്ങയാണ് മാങ്ങാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മെയിൻ്റെ എടുക്കാൻ. ഇവിടെ ശരിക്കും കണ്ടില്ലേ? അതല്ല കുട്ടിയെ, ഇതിങ്ങനെ ബേജാറാവേണ്ട നിക്ക്. ഇത് പോയില്ലേ? അതിനാണ് വാട്ടിയില്ലേ? അവൻ അതിന് എടുത്തോണ്ട് പോയത്. ഞാൻ ശ്രദ്ധിച്ചതാ. അവന് അതിനോട് നല്ല ഇടക്കമുണ്ട്. സത്യം പറഞ്ഞു, നിങ്ങൾക്ക് പട്ടി അറിയില്ല ഇതിനു മുമ്പേ? ഇല്ല. ഇതെന്തിനാ ഏതാപ്പുറം വായിക്കുന്നത്? ഞാനെന്താ ഏതാപ്പുറം വായിച്ചേ? ഞാൻ ഏതാപ്പുറം വായിച്ചില്ല. അതല്ല, നീ ഒന്ന് നിർത്തിക്കേ. വെറുതെ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കണ്ട. ഞാൻ സത്യം പറയാം. എനിക്ക് മനസ്സിലായി. ആ പട്ടിയെ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റിയതില്ലേ? സത്യം പറഞ്ഞോ? അതല്ലേ പറയാൻ വന്നത്? അതെ, അതിനെ ഞങ്ങൾ തന്നെയാ ഇങ്ങോട്ട് കയറ്റിയത്. എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? ഇനിയിത് ആരുടെ അറിഞ്ഞ എന്തായിരിക്കും? എനിക്കാണെങ്കിൽ പട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾക്ക് എന്റെ അടുത്തൊരു പൊടി സ്നേഹമില്ലല്ലോ. ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് വിളിച്ച് പറയാം. അവൾ ഈ പട്ടിയെ വന്ന് കൊണ്ടുപോട്ടെ. ഇത് വേണ്ട ഇവിടെ. നിങ്ങൾക്ക് വട്ട. എന്തിനാ ഈ പട്ടിയൊക്കെ? പട്ടിയൊക്കെ കടിക്കും. അങ്ങനെ ചെയ്യല്ലേ? ഞാൻ ചെയ്യും.